ഹായ് ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻറ്റീൻ്റെ വീട്ടിൽ പോകുന്ന വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നു. ആ വ്ളോഗിൻ്റെ കൂടെ ഇട്ടേനെങ്കിൽ ആ ഒരു സുഖം എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് വേറെ തന്നെ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. എൻ്റെ ഇൻട്രോൻ്റെ അകത്ത് ഞാൻ ഈ ഹായ് വരുന്ന സമയത്ത് മിക്ക സമയത്തും എനിക്ക് ഹായ് ഹൊയ് ഹൊയ് ഇതാണ് ഇങ്ങനെ ഓർമ്മ വരിക. ഇടയ്ക്ക് ഞാൻ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അതൊന്ന് മാറ്റിയാലോ അല്ലെങ്കിൽ അത് കുറച്ച് ക്രിഞ്ചാണോ തോന്നലുണ്ട്. പക്ഷെ എനിക്ക് ഹായ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഹെല്ലോ ആണെങ്കിലോ കുറച്ച് ഗാംഭീര്യമുള്ള പോലെ തോന്നും. അങ്ങനെ ഞങ്ങൾ അന്നൊരു 10 മണി 11 ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആന്റീന്റെ വീട് കൊയിലാണ്ടിയാണ്. ഞങ്ങൾ മിക്ക സമയത്തും അമ്മമ്മേന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ആന്റീന്റെ വീട്ടിലേക്ക് അങ്ങനെ പോയിട്ടില്ല. കുറച്ചു മുന്നേ ആണെങ്കിൽ ഈ വെക്കേഷൻ ടൈമിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ വീടൊന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വീട് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഒന്ന് വെറുതെ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ചെന്ന് കുറെ കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ഉച്ചക്കാകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഈ ഐസ്ക്രീം ഒക്കെ കഴിച്ച സമയത്ത് എല്ലാവരും ഇങ്ങനെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനും അക്കച്ചിയും പുറത്ത് പോവാന്ന് വിചാരിച്ച് പുറത്ത് പറഞ്ഞാൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് കാടും പുഴയും ഒക്കെ ഉണ്ട്. ഞാൻ ഈ അക്കച്ചിന്ന് വിളിക്കുന്നത് ആരും കേക്ക് വിളിക്കുന്നതൊക്കെ ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ തൽക്കാലം അങ്ങനെ പറഞ്ഞു. ഈ വീഡിയോ കാണുമോ ഇല്ലെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയിരുന്നത് ഒരു അമ്പലത്തിന്റെ ഒരു സൈഡിലാണ്. ശരിക്കും ഞാൻ അവിടെ പോയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാണ്, വെറുതെ അല്ല ഈ അമ്പലത്തിലൊക്കെ പോയിരിക്കുക പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആണ് പറയുന്നതെന്ന്. കാരണം അത്രയും ഇങ്ങനെ കാമായിട്ട് ഒരു സൗണ്ടും ഇല്ല, ഫുൾ ഒരു ബേർഡ്സിന്റെ സൗണ്ടും അല്ലെങ്കിൽ വേറെ ഒരു ചെറിയ ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേറെ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് ഒരു പുഴേന്റെ സൈഡിലേക്ക് പോവാന്ന് വിചാരിച്ചു. ശരിക്കും അവിടെയാണെങ്കിൽ അതിലും അടിപൊളി. എനിക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞങ്ങൾ റിമോട്ടിന് വേണ്ടിയിട്ടൊക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ കമ്പനി ആവുന്ന ഒന്നും. ഓള് ശരിക്കും ആന്റീന്റെ മോളാണെങ്കിലും ശരിക്കും എന്റെ പപ്പന്റെ അമ്മന്റെയും മോളെ പോലെയാണ് ഓളെപ്പോഴും. എനിക്കും ശരിക്കും സെയിം അതേ വൈബ് തന്നെയാണ്. അല്ലാണ്ട് ഒരു ആന്റിന്റെ മോള് അങ്ങനെയല്ല. ഇതൊരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണെങ്കിലും കോമഡി ആയിട്ടുള്ള മാറ്റർ ആണെങ്കിലും ഞാൻ വിളിച്ചു പറയാ ഇവളോടാണ്. ഇപ്പൊ വർക്ക് ചെയ്യായോണ്ട് തന്നെ കുറച്ച് ബിസി ആയോണ്ടും എനിക്ക് ഓണത്തിന് കാണാനൊന്നും പറ്റൊന്നും ചെയ്തില്ല. അതിന് ശേഷമുള്ള ദിവസമാണ് ഇത് കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു സ്പേസ് അവിടെ ഓക്കെ ആക്കണം എന്നുണ്ടേനു. അതെന്തായാലും ഓക്കെ ആയി. ഞങ്ങൾ രണ്ടാളും കൂടെ പുറത്തു പോയി കുറെ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു നടക്കാൻ പോയി. ഞങ്ങള് അത്യാവശ്യം ഫുൾഫിൽ ആയിട്ട് തന്നെ തിരിച്ചു വന്ന് അത്യാവശ്യം ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഫുള്ള് തിരിഞ്ഞലിച്ച് ഓരോന്നാക്കി. ഇന്ന് എനിക്ക് പോകാൻ സമയമായി. അപ്പോഴേക്കും അമ്മയും ആന്റിയൊക്കെ വിളിക്കുന്നുണ്ടേനു. ശരിക്കും തിരിച്ചു പോകണമെന്നില്ലേനു. കുറച്ച് സമയം കൂടി കിട്ടി ഞങ്ങൾ എന്തായാലും അവിടെ തന്നെ നിൽക്കും. ചേച്ചിയാണെങ്കിൽ ഈ ദിവസത്തിന്റെ പിറ്റേ ദിവസം പോവും തിരിച്ച്. അത്രയും ദിവസം മഴ ആയിട്ടുള്ള ദിവസമാണെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം മഴയൊന്നും പെയ്തിയില്ല. തന്നെ സൺഷൈൻ ഒക്കെ അടിച്ചിട്ട് നല്ല രസം ഉണ്ടേനു. അത്യാവശ്യം ആ വെളിച്ചം ഇങ്ങനെ പുഴയിൽ തട്ടുന്ന സമയത്ത് ആ ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലോ, ഗോൾഡൻ ഷെയ്ഡൊക്കെ. കാര്യപ്പെട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കാണുന്ന സമയത്ത് ആക്ട് ചെയ്യുന്ന പോലെ ഉണ്ടെങ്കിലും ശരിക്കും ഞങ്ങൾ അവിടുത്തെ റിസോർട്ട് ഉണ്ടാക്കുന്ന കാര്യവും എന്തൊക്കെയോ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വതവേ ഞാൻ രാത്രി ഒരു 1 മണിക്കാവുന്ന സമയത്താണ് വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യല്. ഈ ഒരു 2-3 ദിവസം അങ്ങനെയും പോസ്റ്റ് ചെയ്തതാ. അപ്പം ഇപ്പൊ എനിക്ക് തോന്നി ഇനി എന്തായാലും ഒരു രാവിലെയൊക്കെ ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. എപ്പോഴാണോ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ അത് പറയാം. നമുക്ക് നാളെ തൊട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ആണെങ്കിൽ ആർക്കൊക്കെ എക്സാംസ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാംസ് ഒക്കെ ഉള്ള ഒരു ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പഠിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വായിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ് പറഞ്ഞിട്ടുള്ള. പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് മണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ലേൺ ചെയ്യുക. അതുപോലെ നമ്മളൊരു എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ഡോണ്ട് ഗിവ് അപ്പ്. അത് ജയിച്ചാലും തോറ്റാലും നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മളടുത്തേക്ക് വരും, അല്ലാത്തത് പോവും. നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യമാണെങ്കിൽ അത് വിട്ടേക്കാം. പക്ഷെ പിന്നെ ഒരിക്കലും അതിനുവേണ്ടി റിഗ്രറ്റ് ചെയ്യരുത്. ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അന്ന് ഞാനത് ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കരുത്. അതുകൊണ്ട് കിട്ടാനുള്ളതിന് വേണ്ടിയിട്ട് അത്രയ്ക്കും പരിശ്രമിക്കാം, എഫേർട്ട് ഇടുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജയിച്ചു. അതിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് പറയുന്നൊന്നും നോക്കണ്ട. ബിക്കോസ് നിങ്ങൾ ജയിച്ചാലും ജയിച്ചിട്ടില്ലെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. 2 ദിവസം എല്ലാവരും കളിയാക്കിന്ന് വരും, 3-ാമത്തെ ദിവസം നിങ്ങൾ ഓക്കെയാണ്, ഓക്കെയാണ്. അതിനോണ്ട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാനുള്ളത് ചെയ്യാം. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ പോളിയിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുന്നേ ഒരു എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത്രയും എഫേർട്ട് ഇട്ടിട്ട്
അത്രയും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് എഴുതിയൊരു എക്സാം. കുറച്ച് സീരിയസ് ആക്കി ഞാൻ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സിന്റെ എക്സാം. കോഴിക്കോട് സ്പോട്ട് വന്നത് പോളിടെക്നിക് ആയിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് 120ാമത്തെ റാങ്കാണ്. ഞാനങ്ങനെ ഒരു കോച്ചിങ്ങിനോ ഒരു ക്ലാസ്സിനോ പോവാണ്ട് എഴുതിയ എക്സാം ആയിരുന്നു. തിയറിയും പ്രാക്ടിക്കലും ഉണ്ട് എക്സാമിൽ. കുറച്ച് പേപ്പേഴ്സ് മാത്രം റെഫർ ചെയ്തിട്ട് പോയി എക്സാം എഴുതി. റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വളരെ എക്സ്പെക്ടേഷനോടെ കാത്തിരുന്നു. പക്ഷേ ചെറിയൊരു എന്താ പറയാ, നമുക്കിത് വിധിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നും. ആ എക്സാം ഞാൻ പിന്നെ എഴുതി, അതിലും എനിക്ക് കിട്ടിയില്ല. സ്പോട്ടിലൊക്കെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പേനു, പക്ഷെ ഞാൻ അവിടേക്ക് പോകുന്നതും ചെയ്തില്ല. അത് ഞാൻ വിട്ടു. പക്ഷെ ഇന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് എനിക്ക് അതിലൊരു റിഗ്രറ്റും ഇല്ല. കാരണം ഞാനത് എൻ്റെ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടേനും. എന്നിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതെനിക്ക് വേണ്ട. പിന്നെ എന്നോട് ആ എക്സാം എഴുതിക്കോളാനും അടുത്ത കൊല്ലം ഇനി വരുന്ന സമയത്ത് എഴുതിക്കോ എന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനോട് ഇപ്പൊ താല്പര്യമില്ല. വേണം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇട്ടോളൂ. പിന്നെ ഞങ്ങൾ വലിയ ലേറ്റ് ആവാണ്ട് അവിടെ നിന്ന് ഇറങ്ങി അമ്മമ്മേന്റെ വീട്ടിലും കൂടെ പോയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് എത്തി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.